നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇനി 24 മണിക്കൂറിനുള്ളിൽ അവസാനിക്കുമെന്ന തരത്തിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും ഇറാൻ അമേരിക്കയെ തകർക്കാൻ നടത്തിയ ആക്രമണം ചീറ്റിപ്പോയതിന്റെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. പിന്തുണയും ഇറാന് ഒരു തരത്തിലും ലോകരാജ്യങ്ങൾ നൽകാത്ത സാഹചര്യം കൂടെയാണ്. ഇറാനെ സഹായിക്കാനായി നേരിട്ട് ഇറങ്ങില്ലെന്നും ആണവായുധം നൽകില്ലെന്നും വ്യക്തമാക്കി റഷ്യ രംഗത്ത് വന്നിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായതിനു പിന്നാലെയാണ് റഷ്യ നിലപാട് വ്യക്തമാക്കിയത്. ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച റഷ്യ അമേരിക്കയുടെ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്നും അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ ആക്രമണം ലക്ഷ്യം നേടിയിട്ടില്ലെന്ന് റഷ്യൻ ഫെഡറേഷൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വേദേവ് വിവരിച്ചു. തങ്ങൾ ആണവ നിർവ്യാപന കരാറിന്റെ ഭാഗമെന്നും മെദ്വേദേവ് വിശദീകരിച്ചു. നേരത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രത്യേക കത്തുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഗ്ചി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു റഷ്യയുടെ കൂടുതൽ സഹായം തേടിയുള്ള നിർണായക സന്ദർശനം. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അറാഗ്ചി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇറാനെ സഹായിക്കാനായി റഷ്യ നേരിട്ട് ഇറങ്ങില്ലെന്ന സന്ദേശമാണ് ലഭിച്ചത്. ഇത് ലോക സമാധാനത്തിന് കരുത്തു പകരുന്നതായി മാറുകയും ചെയ്തു. ഇതിനു പിന്നാലെ അമേരിക്കയും യുദ്ധത്തിനില്ലെന്ന സന്ദേശം നൽകുന്നു. അതേസമയം ഇറാനുമായി ഇനി യുദ്ധത്തിനില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഒരുപക്ഷെ ഇറാന് മേഖലയിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരാൻ കഴിയും, ഇസ്രായേലിനെയും അങ്ങനെ ചെയ്യാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കും എന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെതിരായി നടത്തിയ തിരിച്ചടി വളരെ ദുർബലമായി പോയെന്നും ട്രംപ് പരിഹസിച്ചു. ഇറാൻ 14 മിസൈലുകളാണ് ഖത്തറിലെ US സൈനിക താവളത്തിലേക്ക് അയച്ചത്. ഇതിൽ 13 എണ്ണവും വെടിവെച്ചിട്ടെന്നും ഭീഷണിയാകില്ലെന്ന് കണ്ട ഒരു മിസൈലിനെ മാത്രം വെടിവെച്ചിട്ടില്ലെന്നും ട്രംപ് വിശദീകരിച്ചു. മാത്രമല്ല, മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതിന് ഇറാന് നന്ദി പറയാനും ട്രംപ് മറന്നില്ല. ഇറാൻ ആക്രമണത്തെ വിവരം മുൻകൂട്ടി അറിയിച്ചതിനെ തുടർന്ന് ആളുകളുടെ ജീവന് ആപത്തുണ്ടാകുന്നത് ഒഴിവാക്കാനായെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ തീർത്തും അവിശ്വസനീയ പ്രതികരണമാണ് ട്രംപിന്റേത്. ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നും സൂചനകളുണ്ട്. പശ്ചിമേഷ്യയിലെ US-ന്റെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം. 100 വിമാനങ്ങൾ ഒരേ സമയം നിർത്തിയിടാൻ സാധിക്കുന്ന തരത്തിൽ 60 ഏക്കറിലായി പടർന്നു കിടക്കുന്ന ഈ വ്യോമതാവളത്തിൽ 10,000 US സൈനികരുണ്ട്. ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സൈനിക നീക്കങ്ങൾ ഇവിടം കേന്ദ്രമാക്കിയാണ് US നടത്തിയിരുന്നത്. 1996-ലാണ് ഈ വ്യോമതാവളം US സ്ഥാപിക്കുന്നത്. ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. ഇതെല്ലാം ഇറാൻ ലക്ഷ്യമിടുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇറാനെ വെറുതെ വിടുമെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നത്. ട്രംപ് പറയുന്നതിലെല്ലാം ഏറെ അസ്വാഭാവികതകളുണ്ട്. നേരത്തെ 2 ആഴ്ച കഴിഞ്ഞ് ഇറാനെ ആക്രമിക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പിന്നാലെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടികൾ തീരുമാനങ്ങളും തികച്ചും നിർണായകമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.